Hey everyone, welcome back. This is Niranjana here from Leo Tales. So, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആറ് സൺസ്ക്രീൻസ് ആണ്. ഇതെല്ലാം പുതിയ ബ്രാൻഡ്സ് ആസ് ഇൻ ബ്രാൻഡുകളുടെ പുതിയ ലോഞ്ചുകൾ. ഡോട്ട് ആൻഡ് കീ, ഡീകൺസ്ട്രക്ട്, വിഷ് കെയർ, ഹൈഫൺ, സ്വിസ് ബ്യൂട്ടി, അസയ, ഈ ബ്രാൻഡുകളിലൊക്കെ സൺസ്ക്രീനാണ്. എല്ലാം SPF 50 വരുന്നതാണ്. PA++ ഓർ PA4+ വരുന്ന സൺസ്ക്രീൻസ് ആണ്. 50 ml ക്വാണ്ടിറ്റി. ആൻഡ് എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിൻ ആണ്. പക്ഷേ നോർമൽ അങ്ങനെ പല സ്കിൻ ടൈപ്പിന് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്ക് വീട്ടിലുണ്ട്. അപ്പം ഏതൊക്കെ സൺസ്ക്രീൻ ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് സ്യൂട്ടബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റിവ്യൂവിൽ ഷെയർ ചെയ്യും. ലോങ് സ്റ്റോറി ഷോർട്ട്, എല്ലാം നല്ല സൺസ്ക്രീൻസ് ആണ്. ഒന്നും എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. സം സ്യൂട്ടഡ് മീ ബെറ്റർ ദാൻ ദി അതർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് റിവ്യൂ, ഇൻഗ്രീഡിയൻസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാം. സോ പ്ലീസ് കീപ് വാച്ചിങ്. ഓൾസോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, നമുക്ക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സൺസ്ക്രീൻ രണ്ട് ടൈപ്പിലാണുള്ളത്. ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ടൈറ്റാനിയം ഡൈ ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ് തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ആണ്. അതെന്ന് വെച്ചാൽ ഈ സൂര്യരശ്മികളെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വിടുന്ന വർക്കാണ്. അതേസമയം കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ചില ഇൻഗ്രീഡിയൻസ് ഈ സൺറൈസിനെ അബ്സോർബ് ചെയ്ത് ഡീആക്ടിവേറ്റ് ചെയ്യും ഓൺ സ്കിൻ എന്നുള്ള നിലയിലാണ് വർക്ക് ചെയ്യുന്നത്. സം സൺസ്ക്രീൻസ് ആർ ഹൈബ്രിഡ് ആസ് വെൽ. ഏതാ ബെറ്റർ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ബോത്ത് ആർ ഗുഡ്. ഹൈബ്രിഡ് ഇസ് ഓൾസോ ഫൈൻ. സോ അങ്ങനെ നമുക്കൊരു ഫിസിക്കൽ വേണം അല്ലെങ്കിൽ കെമിക്കൽ വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് വൺ, ഇത് വിഷ് കെയറിൻ്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. ഡെയിലി ടിൻറ്റഡ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ. SPF 50. ഇന്ന് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്ന എല്ലാം SPF 15, PA++ഓ 4+ഓ ആണ്. സോ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇത് പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഞാൻ പൊതുവേ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ഫാൻ അല്ല, പക്ഷേ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. കാരണം ഒരു മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ എഫക്റ്റ് കിട്ടും. ചിലർ BB ക്രീം സ്കിപ്പ് ചെയ്യും. ഞാനിവിടെ L104 എന്ന ഷെയ്ഡാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ ഷെയ്ഡ് ദാറ്റ് ഐ പിക്ഡ്. സി, നല്ല ഭംഗിയായിട്ട് ബ്ലെൻഡായി. എൻ്റെ ഫേസിൽ ഓൾറെഡി മേക്കപ്പ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. ഞാൻ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുന്നൊരു സ്നിപ്പറ്റ് ആഡ് ചെയ്തിരിക്കാം. നല്ല ഭംഗിയായിട്ട് ബ്ലെൻഡായി. ആൻഡ് ഇറ്റ് ഈസ് നോൺ സ്റ്റിക്കി ആസ് വെൽ. ഭയങ്കര ഒരു കവറേജ് ഒന്നും നമുക്കൊരു ടിൻറ്റഡ് സൺസ്ക്രീനിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദെയർ. എന്നാലും ഐ തിങ്ക് ഇറ്റ് ഡിഡ് ദ ജോബ് റിയലി വെൽ. ഇനി മുന്നേ ചില സൺസ്ക്രീൻസ് ഉപയോഗിച്ച് മറ്റേ വെള്ള പെയിൻ്റ് അടിച്ച പോലെയൊക്കെ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതെന്തായാലും ആ നിലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആസ് യു ക്യാൻ സി, വലിയ ഡിഫറൻസ് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു സ്ലൈറ്റ് കവറേജ്. വലിയൊരു എടുത്തു പറയത്തക്ക ഒരു സ്മെല്ലുമില്ല. ലൈക്ക് നാറ്റവും ഇല്ല, മണവും ഇല്ല. അങ്ങനെ ഇന്ന് നമ്മൾ കാണിക്കുന്നതെല്ലാം ഒരു 50 ഗ്രാം സൺസ്ക്രീനാണ്. അതാണ് സ്റ്റാൻഡേർഡ് സൈസ്. പ്രൈസിങ് ഒരു 399 താഴെ വരുന്ന രീതിയിലാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഫ്ലൂയിഡിക്. ശബ്ദം കേൾക്കുമ്പോൾ അറിയാം. പക്ഷേ വൺസ് ഇറ്റ് സെറ്റിൽസ് ഓൺ ദ സ്കിൻ ഇറ്റ് ഫീൽസ് ലൈക്ക് മാറ്റ് ആൻഡ് ഇറ്റ് ഫീൽസ് വെരി കംഫർട്ടബിൾ ഓൾസോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് 12 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഡീപാന്തനോൾ, നിയാസിനമൈഡ്, എക്ടോയിൻ ആൻഡ് ജിൻസെങ്, ഇതൊക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ്. അതായത് ഒരു സ്കിൻ കെയർ ലെവലിലും ബെനിഫിറ്റ് ഉണ്ട്. ദേ ആർ സെയിങ് ഇറ്റ് കണ്ടെയ്ൻസ് ബയോമിമെറ്റിക് ഇൻഗ്രീഡിയൻസ്. അതായത് സ്കിന്നിൻ്റെ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സിനെ മിമിക് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മോയ്സ്ചർ ലോസ് കണ്ടെയ്ൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഫാൻസി വേർഡ്സ് ആണ്, അതിനൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അതൊക്കെ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല. ബട്ട് എന്തായാലും ലൈറ്റ്, മീഡിയം ആൻഡ് റിച്ചർ ടോൺസിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡ്സും അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ട്രൈ. സെക്കൻഡ് വൺ ഭയങ്കര ക്യൂട്ട് പാക്കേജിംഗ് ആണ്. ഡോട്ട് ആൻഡ് കീയുടെ അഗൈൻ എല്ലാ പ്രോഡക്ട്സ് ഒന്നും എനിക്ക് ഇഷ്ടമൊന്നുമല്ല. അവരുടെ ചില മോയ്സ്ചറൈസേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഫേസ് വാഷസ് ആർ ഗുഡ്. മാസ്ക് ഒന്നും അങ്ങനെ കിടലായിട്ട് തോന്നിയിട്ടില്ല. സൺസ്ക്രീൻസ് ഫോർ എ ചേഞ്ച് ഞാൻ ഒരുവിധം എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് റിവ്യൂവിന് വേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടുണ്ട്. ദേ ആർ ഗുഡ്. സോ ദിസ് ഇസ് ദെയർ ഡ്രാഗൺ ഫ്രൂട്ട് ബൗൺസ് സൺസ്ക്രീൻ. കുഷ്യൻ ജെൽ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് ഞാൻ കളഞ്ഞിട്ടില്ല, എടുത്തു വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഭയങ്കര ക്യൂട്ടാണ്. So this one is SPF 50+, PA4++++. ഹൈ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. 80 minutes എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ഗുഡ് ഫോർ ഓയിലി കോമ്പിനേഷൻ ആൻഡ് നോർമൽ സ്കിൻ. ഹൈഡ്രേറ്റഡ് ആൻഡ് പ്ലംപ് സ്കിൻ തരും എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ ഇരിക്കുന്നത്. ശരിക്കും ഒരു ഫ്ലൂയിഡ് ലൈക്ക്, സോ ലൈറ്റ് വെയ്റ്റ്. കുഷ്യൻ ജെൽ ഒരു പുതിയ ടെർമിനോളജി പോലെയാണ് എനിക്ക് തോന്നിയത്. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഈവൻ മേക്ക് സെൻസ്. പക്ഷേ ആസ് യു ക്യാൻ സി ഒട്ടും ഓയിലിനെസ് ഒന്നും സ്കിന്നിൽ ലീവ് ബിഹൈൻഡ് ചെയ്യുന്നില്ല. ഒരു ചെറിയൊരു ഷൈനുണ്ട്. പക്ഷേ അത് ഈ ഓയിലി സ്കിന്നിന് കാണിക്കുന്ന ഷൈൻ പോലെയല്ല. മണമൊന്നുമില്ല, വിച്ച് ഇസ് വെരി ഗുഡ്. ഐ പ്രിഫർ അൺസെൻറ്റഡ് സൺസ്ക്രീൻ. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. കണ്ടോ, ചെറിയൊരു ഷൈൻ തരുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾ ഇൻഡോറൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആസ് ഇൻ ഇൻഡോർസ് ഉള്ളിൽ അങ്ങനെ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ. എനിക്ക് ഓയിലി സ്കിന്നും കുറച്ച് സ്വെറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടാണ് ആ നിലയ്ക്ക് സൺസ്ക്രീൻ. ഇൻഡോർസിലാണെങ്കിലും ജനലിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സൺസ്ക്രീൻ മസ്റ്റായിട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്കൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഈ ഒരു ചെറിയ ഷൈൻ ഇസ് ഓൾസോ നൈസ്. ഒരു ഫ്ലാറ്റ് ലുക്ക് അല്ല തരുന്നത്. എന്നാൽ ഇത് ഒട്ടും സ്റ്റിക്കി അല്ല കേട്ടോ. ഞാനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ it doesn't feel sticky or icky at all. That is good. But Dot & Key, I think yet another successful product my Dot & Key എത്തിയിരിക്കുന്നു. ഇവിടെ പാക്കേജിങ്ങിനും കളർ ചോയ്സസിനും കൊടുക്കണം ഒരു അവാർഡ്. ഇറ്റ്സ് വെരി വെരി ഗുഡ്.
ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഞാൻ എൻ്റെ ഡിഫോൾട്ട് ബ്രാൻഡായിട്ട് കരുതുന്ന ഒരു ബ്രാൻഡാണ് സൺസ്ക്രീനിൽ. ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഒരു ന്യൂ ലോഞ്ചാണ്. ദിസ് ഇസ് ദെയർ ഡീകൺസ്ട്രക്റ്റഡ് ഓട്സ് ആൻഡ് സിറാമൈഡ് ജെൽ സൺസ്ക്രീൻ. ബ്രോഡ് സ്പെക്ട്രമാണ്, SPF 50 ആണ്, നോൺ കൊംഡോജനിക്, നോൺ ഗ്രീസി. ഡീകൺസ്ട്രക്ട് ആസ് എ ബ്രാൻഡ് നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ. പാക്കേജിങ് ഞാൻ ജസ്റ്റ് കീപ്പ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള പാക്കേജിങ്ങിലൂടെയൊന്നും ആൾക്കാർ വീഴ്ത്തുന്ന ഒരു ബ്രാൻഡല്ല. പ്രോഡക്റ്റ് കൊള്ളാമെങ്കിൽ നിങ്ങളൊക്കെ വാങ്ങിയാൽ മതി എന്ന അപ്രോച്ചാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വെൻ ഇറ്റ് കംസ് ടു ബ്രാൻഡ്സ് ലൈക്ക് ഡീകൺസ്ട്രക്ട്. സോ ദിസ് ഇസ് ഹൗ ദ സൺസ്ക്രീൻ ലുക്സ് ലൈക്ക്. ഈ നേരത്തെ നമ്മളിട്ട ബൗൺസി സൺസ്ക്രീനില്ല, അതിനേക്കാളും കുറച്ചും കൂടെ തിക്കറാണെന്ന് തോന്നും. പക്ഷേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഫീൽസ് മോർ ലൈറ്റ് വെയ്റ്റ് ആസിനൊരു പ്രത്യേകിച്ച് ഒരു മണം. ഇതിനൊക്കെ ഏതാണ്ട് ഒരേ മണം, അത് മണമില്ലായ്മയാണ്. ഒരു ലൈറ്റ് വെയ്റ്റ് ജെൽ ലൈക്ക് ഫീലിംഗ് ആണ്. ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ, അതുപോലെ തന്നെ ഇന്ന് ഞാൻ ആഡ് ചെയ്തിട്ടില്ല എർത്ത് ഋത്തിൻ്റെ സൺസ്ക്രീൻ. ഇത് രണ്ടുമാണ് എൻ്റെ ഓയിലി സ്കിന്നിന് എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. എന്തായാലും ഇത് ഭയങ്കര ഓയിൽ ഫ്രീ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ജെൽ ടൈപ്പാണ്, ഐ അഗ്രി. പക്ഷേ സ്ലൈറ്റ്ലി തിക്കർ. അതായത് ഒരുപാട് വെയിലത്തൊക്കെ പുറത്ത് പോയി സ്വെറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഇത് ഓയിലി സ്കിന്നും കൂടെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും. ഞാനിത് മോശം സൺസ്ക്രീൻ ആണെന്നല്ല പറയുന്നത്. ഇങ്ങനെ കാണുമ്പോഴൊന്നും യാതൊരു ഓയിലിനെസ് അങ്ങനെ ഫീൽ ചെയ്യില്ല. തൊടുന്ന സമയത്ത് യു നോ ദാറ്റ് ഓക്കെ സംതിങ് തിക്ക് എന്നല്ല, ബട്ട് കുറച്ച് ടച്ച് ചെയ്യുന്ന സമയത്ത് യു നോ ദാറ്റ് സംതിങ് ഇസ് ദെയർ ഓൺ യുവർ ഫേസ് എന്നൊരു ഫീലിംഗ് ആണ് കിട്ടുക. ദാറ്റ് സെഡ് ഡീകൺസ്ട്രക്ട് ഹാസ് നെവർ ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദെയർ സൺസ്ക്രീൻസ്. എന്തായാലും ദിസ് ഇസ് എ ഗുഡ് വൺ. പിന്നെ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ സൺസ്ക്രീൻ ട്രൈ ചെയ്തു. സ്വിസ് ബ്യൂട്ടി ആസ് എ ബ്രാൻഡ് അഫോർഡബിൾ ആണ് മേക്കപ്പിന്, ആ നിലയ്ക്കൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും മേക്കപ്പ് ബ്രാൻഡ്സ് മേക്കപ്പിനും സ്കിൻ കെയർ ബ്രാൻഡ്സ് സ്കിൻ കെയറിനും ഇരിക്കുന്ന രീതിയാണ് ഇഷ്ടം. അതെൻ്റെ പ്രിഫറൻസ് ആണ്. എന്തായാലും അവരുടെ ഗ്ലോ ഫ്യൂഷൻ സൺസ്ക്രീൻ SPF 50 and PA++, 1% നിയാസിനമൈഡ് ആൻഡ് റാസ്ബെറി എക്സ്ട്രാക്ട്. സോ സിമ്പിൾ പാക്കേജിങ്. അറൗണ്ട് 299 ആണ് MRP. ഐ തിങ്ക് 250 എന്തോ ആണ് വാങ്ങിയത്. പ്രോബബ്ലി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഒരു പ്രൈസ് വൈസ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ആൻഡ് ദിസ് ഇസ് ദ ടെക്സ്ചർ ഓഫ് ദി സൺസ്ക്രീൻ. വെരി സിമിലർ ടു ഡീകൺസ്ട്രക്ട് എന്ന് തോന്നും അപ്ലൈ ചെയ്യുമ്പോൾ. ആക്ച്വലി ഇതെല്ലാം എന്താ പറയുക, നമുക്കറിയാലോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു എന്തോ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നൊരു ഫീലിംഗ് വരും. നോട്ട് ടു ഹെവി, നോട്ട് ടു ഗ്രീസി, ബട്ട് യു നോ ദാറ്റ്സ് ദെയർ. ഇതിനും അതിനെല്ലാം ഉള്ള പോലെ മണം അഥവാ മണമില്ലായ്മയാണുള്ളത്. ദിസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. എനിക്ക് പർട്ടിക്കുലർലി വാവ് അടിപൊളി അമേസ് if you have watched Hail Mary you will get the reference. അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് സൺസ്ക്രീൻ. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വെച്ചിട്ടാണെങ്കിലും ഓൾസോ ഇതൊരു കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് റേഞ്ചിലുമാണ് നിൽക്കുന്നത് പ്രൈസ് പോയിന്റ് വെച്ച്. സോ സ്വിസ് ബ്യൂട്ടി ഹാസ് ഡൺ എ ഗുഡ് ജോബ് വിത്ത് ഇറ്റ്. പക്ഷേ എനിക്ക് ഇതൊരു ഭയങ്കര പ്രൈമറി പ്രിഫറൻസ് ആയിരിക്കത്തില്ല ഫോർ മൈ ഓയിലി സ്കിൻ. ഐ തിങ്ക് ദിസ് വിൽ ബി റിയലി ഗുഡ് ഫോർ നോർമൽ ടു ഡ്രൈ സ്കിൻ. വൈറ്റ് കാസ്റ്റ് ഇല്ല, നോൺ കൊമഡോജനിക്, ഓൾ ദാറ്റ് ഇസ് കറക്റ്റ്. പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, താലേറ്റ് ഫ്രീ ആൻഡ് ഫ്രേഗ്രൻസ് ഫ്രീ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നിയാസിനമൈഡ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, റാസ്ബെറി എക്സ്ട്രാക്ട് ഉണ്ട് വിച്ച് ഇസ് ഗുഡ് ഫോർ സൈൻസ് ഓഫ് ഏജിങ്, ഈ ചുളിവുകൾക്ക്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ഉണ്ട്. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വൈസ് ടെക്സ്ചർ വൈസ് ഐ തിങ്ക് 215 രൂപയാണ് ആമസോണിൽ ഇന്നത്തെ വില. ഐ തിങ്ക് ഇറ്റ് ഈസ് എ റിയലി ഗുഡ് ഓപ്ഷൻ അറ്റ് ദാറ്റ് പ്രൈസ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബൈ ദ ബ്രാൻഡ് അസയ. ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രാൻഡാണ്. ഇതിൻ്റെ സൺസ്ക്രീനും കൊണ്ടാണ് കല്യാണം കഴിഞ്ഞ സമയത്ത് ആൾ വന്നത്. അപ്പം ഞാനതെടുത്ത് ഉപയോഗിച്ച് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്. അതൊരു സ്പ്രേ പോലെയായിരുന്നു. ഇതിപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മദറിന് വേണ്ടി വാങ്ങിയ സൺസ്ക്രീനാണ്. സോ ദിസ് ഇസ് SPF 50 PA++, മെലാമെ കോംപ്ലെക്സ് ആൻഡ് 3% നിയാസിനമൈഡ്. മെലാമെ കോംപ്ലെക്സ് ഇസ് ഫോർ ഡാർക്ക് സ്പോട്ട്സ്, നിയാസിനമൈഡ് പോർസ്, അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലതാണ്. പിന്നെ ലിക്കറിഷ് എക്സ്ട്രാക്ട് ഉണ്ട് വിച്ച് ഇസ് ഫോർ ഇൻഫ്ലമേഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബ്രൈറ്റനിങ്ങിനും വേണ്ടിയിട്ടാണ്. ഇറ്റ് ഫെയ്ഡ്സ് ഡാർക്ക് സ്പോട്ട്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ക്ലെയിംസിനോട് എനിക്ക് പൊതുവെ വലിയ വിശ്വാസമില്ല. ഇതിൻ്റെ പർപ്പസ് ഇത് സെർവ് ചെയ്താൽ ഐ എം ഹാപ്പി. സോ ദിസ് വൺ ഇസ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്, ഫ്രീ ഓഫ് പാരബൻസ് ആൻഡ് സൾഫേറ്റ്സ്, ഫ്രേഗ്രൻസ് ഫ്രീ ആണ്, 100% വേഗൻ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, ആൻഡ് ദിസ് ഇസ് വെരി വെരി ലൈറ്റ് വെയ്റ്റ്. സോ അമ്മയ്ക്ക് യൂഷ്വലി ജസ്റ്റ് മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ മോസ്റ്റ്ലി ഇൻഡോർ യൂസേജ് ആണ് വരുന്നത്. ഡെർമറ്റോളജിസ്റ്റ് ഹാസ് ആസ്ക്ഡ് ഹർ ടു പുട്ട് സൺസ്ക്രീൻ അകത്തും, കാരണം ചെറിയൊരു ഡിസ്കളറേഷൻ സ്കിന്നിൽ വന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണിത്. ഷീ ഹാസ് ഡ്രൈ സ്കിൻ, നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്. അപ്പോൾ ഫോർ ഹർ ദിസ് ഇസ് പെർഫെക്റ്റ്. ഇതും ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ സൺസ്ക്രീൻ ഏതാണ്ട് ടെക്സ്ചർ വൈസ് ഒരുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സി ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഈസ് ഹെവി അറ്റ് ഓൾ കേട്ടോ. ഗ്രീസി ആണ്, ഹെവി ആണ്, അൺകംഫർട്ടബിൾ ആണെന്നല്ല. ബട്ട് യു നോ ചില സൺസ്ക്രീൻസ് ആർ സ്ലൈറ്റ്ലി തിക്കർ ദാൻ ദി അതർ, അത്രയേ ഉള്ളൂ. സോ ദിസ് ഇസ് വൺ ഓഫ് ദോസ് സൺസ്ക്രീൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ ഓയിലി സ്കിൻ, ഓയിലി സ്വെറ്റി ആണെന്നുണ്ടെങ്കിൽ മേ ബി ദിസ് ഇസ് നോട്ട് എ ഗ്രേറ്റ് ഓപ്ഷൻ, ബട്ട് അതർ സ്കിൻ ടൈപ്സ് ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ്.
ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ഹൈഫൻ എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ്, എടുത്തു പറയേണ്ട ആവശ്യമില്ല. അവരുടെ പച്ച നീല പാക്കേജിങ്, പച്ചയും നീലയും പിന്നെ ഒരു ബേജ് കളർ ഒരു പാക്കേജിങ് ഉണ്ടെന്ന് തോന്നുന്നു. സോ ദിസ് ഇസ് ദെയർ ഫ്ലൂയിഡ് കൂളിംഗ് സൺസ്ക്രീൻ വിത്ത് SPF 50 PA++++, 12% agave and cucumber, ലൈറ്റ് മാറ്റ് ഫിനിഷാണ്, ആൻറ്റി പൊല്യൂഷൻ ഫാക്ടർ, UV ഫിൽറ്റേഴ്സ്, പാന്തനോൾ. ഇൻഗ്രീഡിയൻറ്റ് വൈസ് ഭയങ്കര പാക്ഡ് ആണ്, ഫുൾ റിച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ആൻഡ് ദിസ് ഇസ് ഹൗ ദ ടെക്സ്ചർ ലുക്സ് ലൈക്ക്. ഓ യാ, ഇറ്റ് ഇസ് ലൈറ്റ് വെയ്റ്റ്, കൂളിംഗ്. ഇതിനൊരു മിൻറ്റി മണമുണ്ട്. നമുക്ക് ഈ മറ്റേ വിക്സ് ഗുളിക പോലെ അങ്ങനെ സ്ട്രോങ് അല്ല, ബട്ട് യു നോ ദാറ്റ് മിൻറ്റി മണം ഇസ് ദെയർ. അത് തന്നെ ഒരു കൂളിംഗ് ഇഫക്റ്റ് തരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭയങ്കര ഇൻസ്റ്റൻറ്റ് കൂളിംഗ് ആണ്, ബട്ട് അങ്ങനെ ചിൽ കൂളിംഗ് അങ്ങനെയല്ല. ബട്ട് യെസ്, ആ ഒരു മണവും ആ ഫീലും കൂടെ വരുമ്പം ഇറ്റ് ഇസ് ദെയർ. ആൻഡ് ദിസ് വൺ ഇസ് ഗുഡ് ഫോർ ഓയിലി സ്കിൻ. ആസ് യു ക്യാൻ സീ, അത്ര സ്റ്റിക്കി ആയിട്ടല്ല വരുന്നത്. ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിന്നിനാണ് ദിസ് ഇസ് ബെനിഫിഷ്യൽ. ക്യൂക്കംബർ ഇസ് ഗുഡ് ഫോർ കൂളിംഗ്, ഹൈഡ്രേറ്റിംഗ്, കാമിംഗ്, ആൻഡ് അഗാവെ ഇസ് ഗുഡ് ഫോർ hydrating, prevent moisture loss and improving the skin barrier. All right, so that is the last sunscreen for today. അപ്പം ഈ ആറെണ്ണം ഞാൻ കാണിച്ചല്ലോ അല്ലേ, 6 സൺസ്ക്രീൻസാണ് ഇത്തവണ ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3-4 എൻ്റെ ഹസ്ബൻഡ് ഉറപ്പായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് എനിക്ക് ഉറപ്പാണ്. ആളൊരു സൺസ്ക്രീൻ ഫ്രീക്കാണ്. കൃത്യമായിട്ട് മുഖത്തും കയ്യിലും ഒക്കെ സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രമേ ആൾ വണ്ടി ഓടിക്കത്തുള്ളൂ, വിച്ച് ഇസ് ഗുഡ്. എന്തായാലും ഐ ലൈക്ക് ഓൾ ഓഫ് ദീസ്. എനിക്കങ്ങനെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ഒന്നുമല്ല. ആസ് ഐ സെഡ്, ചിലത് ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല, ചിലത് ബെറ്റർ ഫോർ ഡ്രൈ സ്കിൻ, അങ്ങനെ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദീസ് ഡിഡ് നോട്ട് ഡിസപ്പോയിൻറ്റ് മീ അറ്റ് ഓൾ. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.